മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് വാട്സപ്പ് ട്രിക്സ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി എങ്ങനെ നമ്മുടെ വാട്സപ്പിൽ അയക്കുന്ന ഓഡിയോസൊക്കെ സ്പീഡപ്പ് ആക്കാമെന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് കുറേ ഓഡിയോ ഒക്കെ കിട്ടാറുണ്ട്, പക്ഷേ അത് ഭയങ്കര ലാഗിങ് ആയിരിക്കും അത് ഫുള്ളും കേൾക്കുമ്പോൾ. അപ്പോൾ 2 ഇരട്ടി സ്പീഡ് വരെ നമുക്കതിന് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി നമ്മുടെ വാട്സപ്പിൽ ലഭിക്കുന്ന വീഡിയോസും ഫോട്ടോസ് ഇമേജസൊക്കെ ഒരു പ്രത്യേക ഫോൾഡറിലേക്ക് ഒറ്റ ക്ലിക്കിലൂടെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. മൂന്നാമതായി നമ്മുടെ വാട്സപ്പ് ഓഡിയോ ഫയൽസൊക്കെ mp3 ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നും പറയുന്നതാണ്. ഇന്ന് ഞാൻ തരാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പ്രീമിയം വെർഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആഡ്സ് ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ആവശ്യമുണ്ട്. ഈ വീഡിയോ ഫുള്ളായി കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും കിട്ടുകയുള്ളൂ. ഞാൻ അത് ഈ വീഡിയോയിൽ പറയുന്നതാണ്. അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എങ്ങനെ വാട്സപ്പിൽ വരുന്ന ഓഡിയോസൊക്കെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ടോക്ക് ഫാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരുന്നതാണ്. നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക, ട്രൈ നൗ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഓഡിയോ സെലക്ട് ചെയ്യുക. മുകളിലൊരു 3 ഡോട്ട് കാണാവുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക. നിങ്ങൾക്കിവിടെ ടോക്ക് ഫാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കൺ കാണാവുന്നതാണ്. അത് ചൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പോപ്പപ്പും കാണാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര സ്പീഡ് കൂട്ടണമെന്ന് മുകളിൽ ചൂസ് ചെയ്ത് കൊടുക്കുക. 2 ഇരട്ടി സ്പീഡിൽ നിങ്ങൾക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈലൻസ് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എങ്ങനെ വാട്സപ്പ് ചാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫയൽസും ചാറ്റ്സും മീഡിയാസൊക്കെ ഒരു പ്രത്യേക ഫോൾഡറിലേക്ക് ഫയൽ മാനേജറിൽ സേവ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സോളിഡ് ഫയൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ പ്രീമിയം വെർഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ ഏതൊരു ഫയലും, അതൊരു വീഡിയോ ആകട്ടെ ഓഡിയോ ആകട്ടെ, ഇങ്ങനെ ചൂസ് ചെയ്തതിന് ശേഷം മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഷെയർ ക്ലിക്ക് ചെയ്യുക. ശേഷം സേവ് ടു എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സൈഡിൽ നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സോളിഡ് ഫയൽ എക്സ്പ്ലോററിൻ്റെ ഐക്കണും അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഫോൾഡറിലേക്കാണോ ആ വീഡിയോ ഇമേജ് ഒക്കെ സേവ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫോൾഡറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. താഴത്തെ സെലക്ട് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇനി ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫോൾഡർ നോക്കുകയാണെങ്കിൽ സേവ്ഡായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു ഫോൾഡറിലേക്കും സേവ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള പ്രീമിയം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കിൻ്റെ പാസ്വേഡ് യൂസർ നെയിം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം, സ്പേസ് ഒന്നും വെക്കാൻ പാടില്ല. മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എങ്ങനെ നിങ്ങൾക്ക് വരുന്ന വാട്സപ്പ് ഓഡിയോ ഫയൽസൊക്കെ mp3 ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഓപ്പസ് ടു mp3 കൺവേർട്ടർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ പ്രീമിയം വെർഷൻ നോ ആഡ്സ് വെർഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫയലാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു ഫോൾഡർ ഏതിലേക്കാണോ സേവ് ചെയ്യേണ്ടത് അതും ചൂസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റീനെയിം ചെയ്യാവുന്നതാണ്. റീനെയിം ചെയ്തതിന് ശേഷം മുകളിലത്തെ ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സേവ്ഡ് ആകുന്നതാണ്. ഇതൊരു mp3 ആയിട്ട് ഇപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ കാണാം. നിങ്ങൾക്ക് കുറേ ഫയൽസ് mp3 ആയിട്ട് ഒരുമിച്ച് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ബാച്ച് കൺവേർട്ടർ എന്ന് പറഞ്ഞ ടാബ് ഓപ്പൺ ചെയ്യുക. ശേഷം ആ ഫോൾഡർ ലൊക്കേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. വാട്സപ്പിൻ്റെ ഓഡിയോ ഫയൽസ് ഒക്കെ ആണെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ വാട്സപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ മീഡിയ, വാട്സപ്പ് ഓഡിയോ എന്നീ ഫോൾഡറിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്പോസ് ഫയലൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. കൺവേർട്ട് ടു mp3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലും ഫോളോ ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക.